ഗൈസ്, നമ്മുടെ ലഞ്ചിനുള്ള റെസിപ്പി എന്താണെന്നറിയണ്ടേ? ഇന്ന് വറുത്തരച്ച മാങ്ങക്കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ മാങ്ങക്കറിയൊക്കെ ഒഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വളരെ അസാധ്യമായ ടേസ്റ്റിലാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച മാങ്ങക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച 2 മാങ്ങയാണ്. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കറിയിലിട്ട് നോക്കി. അതൊരു മീഡിയം പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വറുത്തരച്ചിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം പുളിയുള്ള ചെനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓവർ പുളിയുള്ള മാങ്ങ ആണെങ്കിലും നോ പ്രോബ്ലം, പക്ഷേ കുറച്ച് പുളി ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ ഉള്ളത് ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ്. സാധാ മല്ലിച്ചപ്പ് ഇട്ടാലും മതി. ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം ചെനപ്പാന ഉള്ളത്. ഓവർ പുളിയില്ല മാങ്ങയ്ക്ക്. ആദ്യം നമ്മൾ മാങ്ങൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. മൊത്തത്തിൽ ഇതാ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ അതാ നന്നാക്കി ചനച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ 4 പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും അടിയിലേക്ക് ഞാൻ ചെത്തിയെടുത്തിട്ടില്ല, അവിടെ കുറച്ച് പുളി കൂടുതലുള്ള പോലെ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അങ്ങനെ നമ്മളിതാ എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ സവാള അരിഞ്ഞെടുക്കാൻ ഒരു മീഡിയം വലിപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 3 പച്ചമുളകിനെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഓക്കെ, അത് റെഡി. ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് ഒരു മുറിയോളം തേങ്ങ ഉണ്ടാവേ. അത് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാണ്ട്. ഒരു ചെറിയ പീസ് പട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണിന് പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഇല ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇതൊന്ന് വറുത്തുകൊണ്ടുവരാം. ഇനി ഗ്യാസൊക്കെ കത്തിച്ചു. നമ്മൾ ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പച്ചമണം എല്ലാം പോയി. ഇനി ഞാൻ വെളിച്ചെണ്ണ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ നാടൻ കറികൾ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ നാടൻ വെളിച്ചെണ്ണയാണ്. പിന്നെ റോസ്റ്റ് ചെയ്യാൻ എത്ര വെളിച്ചെണ്ണ ആവും എന്നൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ. ഏകദേശം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലും കുറവ് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറഞ്ഞ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പൊടികൾ ആഡ് ചെയ്യാൻ 1/2 സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, നമുക്ക് ഇതിൽ കിടന്നിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് പോക്കാം. പിന്നെ മുളക് പൊടി ഇടുന്നേരം ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് വെക്കുക, കാരണം പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ മുളകിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചുകൊണ്ട് വരാം, എന്നാൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം
ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട, ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി. കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഉപ്പിട്ടപ്പോൾ പെട്ടെന്നൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് വെള്ളം ഒഴിക്കാണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഗ്യാസ് ലോ ടു മീഡിയം നമ്മൾ അടച്ചു വെച്ചു. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിത് മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. തേങ്ങ ഇതുപോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലാണ് അരച്ചെടുത്തത്. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട, ഒരു മീഡിയം തിക്നെസ്സിലാണ് വെള്ളം ഒഴിച്ചെടുത്തത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഈ സമയത്ത് ഉപ്പ് ഇനി പോരാന്ന് തോന്നുന്നവർ ഉപ്പ് പിന്നെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ വെന്തിട്ടുണ്ടോ നോക്കാം. ഭയങ്കര ചൂടാട്ടോ, പ്രസ് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, ഇത്രയും വെന്താൽ മതിയെ. നമ്മൾ ഓവറായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മളൊരു കഷ്ണം എടുത്ത് കടിക്കില്ല, അതേപോലെ വെന്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ്. സാധാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതിയേ. ഓക്കെ, ഇനി നമ്മൾ കറിയെല്ലാം ഇറക്കിയേക്കാൻ പോവാണ്. കറിയൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിത് കറിയൊക്കെ തുറന്നു നോക്കി. കറിയെല്ലാം ഇതിൽ കിടന്ന് സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റി ഒന്നും കൂടെ തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ഞാനിത് പാത്രത്തിലേക്ക് ചോറ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാ. നമ്മൾ കുറച്ച് തോരൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റിയായ വറുത്തരച്ച മാങ്ങക്കറിയാണ്. ഓക്കെ, ഒരു
ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മാങ്ങ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. വാവ്, സൂപ്പർബ്. നല്ല ചൂടാട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ അതാ ഒരു മാങ്ങ കഷ്ണം എടുത്തിട്ട് ചോറിലിങ്ങനെ കൂട്ടി കുഴയ്ക്കുക. ചെറിയൊരു പീസ് മീനെടുക്കുക, കുറച്ച് തോരനെടുത്തിട്ട് എന്നിട്ട് നമ്മൾ നന്നാക്കി ഇങ്ങനെ കുഴച്ച് ഉരുട്ടിയിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടായിരിക്കും. ഇനി മാങ്ങ ഇല്ലെങ്കിലും മാങ്ങ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ. ഈ സമയത്ത് മാത്രമേ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സീസൺ അനുസരിച്ചുള്ള കറിയാണ് ഇത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.